പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ്. ഞങ്ങൾ കാടിനല്ലേ പിള്ളേർ അടിച്ചു വിളിക്കാൻ പോവാണ് വാഗമണിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫ്രം ഹോട്ടൽ ഹൈ റേഞ്ച് തൊടുപുഴ. മീര ഞങ്ങൾക്ക് ചായ ഒക്കെ കൊണ്ടു തന്നായിരുന്നു. അതേപോലെ ഇവരുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇവര് റീൽ എടുക്കാനുള്ള കഷ്ടപ്പാടിലാണ്. എന്നിട്ട് റീലൊട്ട് കിട്ടിയോ അതുമില്ല. ഇപ്പൊ സമയം 8:45 ആയിട്ടുണ്ടാവും. രാവിലെ 6:30 ബസ് സ്കൂളിൽ നിന്ന് എടുത്തു. ഞങ്ങളുടെ ടാർഗറ്റ് 3 സ്പോട്ടായിരുന്നു. സമയം എനിക്ക് പരുന്തുംപാറയും കൂടെ കയറ്റാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ സമയം ഉണ്ടായില്ല. പെർ ഹെഡ് 1550 ആയിരുന്നു. ആദ്യം ഒട്ടക്കുന്നില്ലേ കാണുപോയത്, കോടമഞ്ഞുണ്ടായി. Some Bengalis and one model and one photographer. One videographer. ഇവിടെ ഒരു കുളമുണ്ട്. നമ്മളിത് ഈ കാണുന്ന മലയാണ് കയറാൻ പോകുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇല്ല 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 നമുക്ക് ഒരുമിച്ച് വീഴാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടുള്ള വഴി കൂടെയൊക്കെയാണ് നമ്മൾ ആ മല താണ്ടാൻ പോണത്. നമ്മളിവിടെ ശക്തിക്ക് വേണ്ടി പിടിക്കുന്നത് പുല്ലുകളാണ്. കണ്ടില്ലേ, പുല്ല് വെറും പുല്ലുകളല്ല. എന്ത് പുല്ലാണ്? വീഴാൻ നേരത്തെ ഇങ്ങനെ പിടിക്കാം. സോക്സ് ഉണ്ട്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അനു അതിൽ സോക്സ് ഇട്ടത് കൊണ്ട് വെള്ളത്തിന് ചാടാൻ പറ്റൂലാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ശാസ്ത്രീയമായി പുഴ കടക്കാം. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പൊട്ടനാണോടാ നീ? ചെളി വെള്ളത്തിൽ ചോട്ടിരിക്കുന്നു. വളരെ വളരെ സന്തോഷം. അയ്യേ, എനിക്ക് സഹിക്കാൻ വയ്യ. എന്റെ സോക്സിനകത്ത് മൊത്തം വെള്ളം കയറിയ. അയ്യ, ഞാൻ ഈ സോക്സ് ഇട്ടോണ്ട് നടക്കണ്ടേ? എൻ്റെ 17 വർഷത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ അടിച്ചു പൊളിച്ച് ഞാൻ ട്രിപ്പ് പോയിട്ടില്ല. സ്കൂളിൽ നിന്നാണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും. ഫ്രണ്ട്സിന്റെ ഒപ്പം പോണത് ഒരു അടിപൊളി വൈബാണ്. എന്തുട്ടാ വേണ്ടേ? എന്റെ ഏറ്റവും വലിയ സന്തോഷം ടീച്ചർമാർ എന്നെ ഫോട്ടോഗ്രാഫറായിട്ട് അംഗീകരിച്ചു. ഇത് അനോക്കി റെസ്റ്റോറന്റ്, ഏലപ്പാറ റോഡ്, വാഗമൺ. ലഞ്ചും ഈവനിങ് സ്നാക്കും അനോക്കിയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഹോട്ടൽ ഹൈ റേഞ്ചിലായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം എല്ലാം മാറ്റി വെച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ആണ് ഈ സ്കൂൾ ട്രിപ്പ്, കോളേജ് ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത് സെക്കൻഡ് സ്പോട്ട്, പൈൻ ഫോറസ്റ്റ്. വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല. എനിക്ക് വെണ്ണയില്ലാടിയാ, നീ വിഷമിക്കണ്ടാടിയാ. ഞാൻ ഇല്ല നിന്റെ കൂടെ, ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. എന്തോ കാര്യമായിട്ട് ഗൂഢാലോചന ചെയ്യുന്നുണ്ട്. ആ പോകുന്നത് നമ്മുടെ ക്യൂട്ടിയാനുമാണ്. ഈ ചാടി ചാടി പോണം. അടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്, സ്പോട്ടിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. 1 കിലോമീറ്റർ നടക്കണം, 2 കിലോമീറ്റർ മല കയറണം. അപ്പൊ നമ്മളത് കേറിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് പൊളിക്കും. വെറുതെ അല്ല നടക്കണമെന്ന് പറഞ്ഞത്. ഇവരൊക്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ്. പിള്ളേരാ സ്റ്റൈലായിട്ടുണ്ടല്ലേ നീ പൊളിയല്ലേ? പൊക്കോ. നമ്മളിത് 3rd സ്പോട്ടാണ്. ഈ സംഭവമാണ് നമ്മൾ കയറാൻ പോണത്. ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ അവിടെ നിന്നുണ്ട് ഒരു വീട്. ഇത് മലേന്റെ മേളിൽ നിന്ന് താഴത്തേക്കൊക്കെ അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ +2 +1 പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വേണ്ടേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവാൻ ട്രിപ്പ് പോയാൽ ഈ വക സംഭവങ്ങളൊക്കെ എന്തായാലും ഓർമ്മയിൽ നിൽക്കും. ഒരിക്കലും മറക്കൂല. കുറെ ചിരിക്കാനും കരയാനുണ്ടാവും. സൂര്യയുടെ വക മിച്ചർ മുട്ടായി വിതരണം ഉണ്ടായിരുന്നു. സ്മൈൽ പ്ലീസ്. ചിരിക്കൂ. ഈവനിങ് ടീ കുടിക്കാൻ വേണ്ടി അനോക്കിയിൽ കയറിയതാണ്. പിന്നെ ബസ് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ എന്റെ മോനെ. തിരിച്ച് ഹൈ റേഞ്ചിൽ വന്നു. പൊറോട്ടയും മന്തിയും ആയിരുന്നു ഡിന്നർ. തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ തീരെ വിശപ്പില്ല. ഞങ്ങൾ ആരും മുഴുവൻ കഴിച്ചിട്ടില്ല. എന്റെ ചിരി കണ്ട മനസ്സിലായിക്കൂടെ എനിക്ക് വിശപ്പില്ലായിരുന്നു, ഫുഡ് എടുത്തും പോയിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവന്റെ വക എള്ളുണ്ട വിതരണം ഉണ്ടായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. സമയം 11 മണി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ബസ് എടുത്തതും തിരിച്ചു വന്ന് സ്കൂളിൽ ഇറങ്ങിയതും ഒക്കെ. ഇതുപോലെ ഞാൻ സന്തോഷമില്ല എന്ന് വെച്ചാൽ സന്തോഷത്തിന്റെ എക്സ്ട്രീം ലെവലായിട്ട് തലവേദന എടുക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു സന്തോഷം വന്നിട്ട്.
അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സ് എന്താണ്, ഫ്രണ്ട്ഷിപ്പ് എന്താണ്, ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്നൊക്കെ ഞാൻ +1 +2 കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടിപൊളിയായിട്ട് മനസ്സിലായത്. ട്രിപ്പ് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറണമെന്നേ ഉണ്ടായിരുന്നില്ല. ആ ഒരു വൈബിൽ ഇങ്ങനെ നടക്കാനായിരുന്നു തോന്നിയത്. ഈ ട്രിപ്പിന് പോയ സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും നല്ലോണം മിസ് ചെയ്യും. ട്രാവലിംഗ് ആയിരുന്ന സമയത്ത് വിശപ്പും ഉണ്ടായിരുന്നില്ല, ദാഹം ഉണ്ടായിരുന്നില്ല. 3.5 മണിക്കൂറൊക്കെയാണ് നിർത്താണ്ട് തുള്ളിയത്. അപ്പൊ ഇത് വീട്ടിൽ പോണ വഴിയാണ്. അപ്പൊ ഗായ്സ് വീഡിയോ ഇടാൻ ലേറ്റ് ആയി പോയി. ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഞങ്ങൾ ട്രിപ്പ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് November 17th ആണ് 2025. അപ്പോൾ ഫെയർവെല്ലിൻ്റെ അന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പൊ ബായ്, കാണാം. എങ്ങനെ ഉണ്ടായി? കൊള്ളാമോ? എൻജോയ് ചെയ്തോ? ടീച്ചറിനെ കണ്ടിട്ട് പോകാൻ പാടുള്ളൂ. ബൈ ബൈ.